നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ അടുത്ത 5 വർഷത്തിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഇൻകം ഉപയോഗിച്ച് 1 crore റുപ്പീസിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് ചെയ്യാൻ 4 കാരണങ്ങളുണ്ട്. ഇതിൽ ഫസ്റ്റ് കാരണം എന്ന് വെച്ചാൽ ഇതൊരു പേഴ്സണൽ ഫിനാൻസ് ചാനലാണ്. പേഴ്സണൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ വെറും തിയറി മാത്രമല്ല, അതിൽ പ്രാക്ടിക്കൽ വശമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ വശം ആക്ച്വലി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഉദ്ദേശം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പല വീഡിയോസിലായിട്ട് SIPയുടെ പവർ എന്താണെന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ തീർച്ചയായും കാണാം. പക്ഷേ അത് പ്രാക്ടിക്കൽ ലൈഫിൽ കണ്ടാലേ ഒരു പക്ഷേ പലർക്കും അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതും കൂടി കാണിച്ചു തരികയാണ് നമ്മുടെ രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തെ കാര്യം, മ്യൂച്വൽ ഫണ്ട് ലോങ് ടേമിൽ നല്ല റിട്ടേൺസ് പൊതുവെ തരുമെങ്കിലും ഷോർട്ട് ടേമിൽ അതിന് റിസ്കുകളുണ്ട്. ചില വർഷങ്ങളിൽ അല്ലെങ്കിൽ ചില മാസങ്ങളിൽ അത് നെഗറ്റീവ് റിട്ടേൺസ് തരാം. അപ്പോൾ ആ റിസ്കിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ആ ഒരു ജേണിയിലൂടെ പോകണം. അപ്പോൾ ആ ഒരു ജേണിയിലൂടെ ഞങ്ങളൊപ്പം നിങ്ങളും സഞ്ചരിക്കുക എന്നാണ് മൂന്നാമത്തെ ഉദ്ദേശം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗോൾ വളരെ സിമ്പിളാണ്. 5 വർഷത്തിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുക. ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പ് എന്താണെന്നുള്ള ആരും കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ കാണാം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷനെ നിങ്ങൾ ലോങ് ടേമിൽ ബീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ്, റിട്ടയർമെൻറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആയിക്കോട്ടെ, കാറ് വാങ്ങുന്ന പ്ലാനിങ് ആയിക്കോട്ടെ, അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ അടുത്ത 5 വർഷത്തിൽ ബീറ്റ് ചെയ്യുക എന്നുള്ളൊരു ബേസിക് ഗോളാണ് നമ്മുടെ. ആ ബേസിക് ഗോളിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ 4 ഗോൾസാണ് നമുക്കുള്ളത്. ഇതുകൂടാതെ നമുക്കൊരു സെപ്പറേറ്റ് ഒരു 2 എക്സ്ട്രാ അഡീഷണൽ ഗോൾസും കൂടി ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഈ 1 കോടി കോർപ്പസിലേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്നുള്ള കാര്യമാണ്. അപ്പോൾ പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മന്ത്ലി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു SIP കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന എല്ലാ വരുമാനം, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ആഡ് റവന്യൂ, അതുകൂടാതെ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ വരുമാനമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻകം നമ്മൾ ഓരോ മാസമായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ SIP കാൽക്കുലേറ്റർ എടുത്ത്. SIP എന്ന് പറഞ്ഞാൽ ഓരോ മാസം നിങ്ങൾ ഇടുന്ന പൈസ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇതുവരെയുള്ള ഇൻകം നമ്മൾ കറണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ടിൽ കാണാം. ഓൾമോസ്റ്റ് ഒരു 1 lakh ഒക്കെ ആണുള്ളത്. അതിനി അങ്ങോട്ട് കൂടുകയും ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറയുകയും ചെയ്യാം, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും നമ്മൾ 1 lakh എന്നുള്ള ആ റവന്യൂ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുക ഓരോ മാസം. അപ്പോൾ ആ ഒരു കാര്യം ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. 1 lakh ആണ് നമ്മുടെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി റിട്ടേൺസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് എക്സാക്ട് ഇന്ന റിട്ടേൺസ് കിട്ടും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വോളട്ടൈൽ ആയിരിക്കും. ലോങ് ടേമിൽ നിങ്ങൾ 5 yearsൽ 10 yearsലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12%, 15% റിട്ടേൺസ് ഒക്കെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഓരോ വർഷം എത്ര കിട്ടുന്നോ, അല്ലെങ്കിൽ ഇനി ഇൻഫാക്ട് അടുത്ത 5 വർഷത്തിൽ എത്ര കിട്ടും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷേ അടുത്ത 5 വർഷം മാർക്കറ്റ് മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്താൽ നമുക്ക് 12% ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പോസിറ്റീവ് വശം നമ്മൾ നോക്കുകയാണ്, പോസിറ്റീവ് സൈഡാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 15% വരെ നമുക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അത് ചാൻസ് മാത്രമാണ്, ഉറപ്പ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം വലിയൊരു ബുൾ മാർക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും അടുത്ത 5 വർഷത്തിൽ ഭയങ്കര പെർഫോമൻസ് ആയിട്ട് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല, വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷേ പോസിറ്റീവ് കേസ് നമുക്ക് നോക്കാം, 15% ആണെന്ന് വിചാരിക്കാം. നമുക്ക് ടൈമുള്ളത് 5 വർഷമാണുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ 87 lakhs ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും 1 കോടി എന്നല്ല പറഞ്ഞത്, ഇതിപ്പോൾ 87 ലക്ഷമല്ലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അടുത്ത 5 വർഷത്തിൽ 60 ലക്ഷം ആയിരിക്കും. ഈ റിട്ടേൺസ് നമുക്ക് ആക്ച്വലി കിട്ടുന്നെങ്കിൽ വിച്ച് ഇസ് വെരി ഗ്രേറ്റ്. 87 lakhs ഇസ് വെരി ഗ്രേറ്റ്. ഇനി ഇതിൻ്റെ ശരിക്കും പവർ വരാൻ പോകുന്നത് നമ്മൾ ഈ ടൈം വെച്ചിട്ട് കളിക്കുമ്പോഴാണ്. ഈ ടൈം ഞാൻ ജസ്റ്റ് 5 years 10 years ആക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ആ ഒരു ഫൈനൽ എമൗണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യം. ആ എമൗണ്ട് ഡബിൾ അല്ല ആവുന്നത്, 87 lakhs ഡബിൾ അല്ല, ഇൻഫാക്ട് 2.63 crore ആണ്. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ടുള്ള SIPയുടെ ശരിക്കത്തെ പവർ. ഒബ്വിയസ്ലി നമ്മളിവിടെ 5 years ചെയ്യാൻ പോകുന്നുള്ളൂ. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് 12% വെക്കാം, കാരണം 15% കുറച്ച് ഓവറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 80 lakhs ഓൾമോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് 1 crore ആക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി പറ്റും. ഈ 1 lakh എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് വന്നാൽ, അത് കൂട്ടണമെങ്കിൽ ഒബ്വിയസ്ലി യൂട്യൂബിൻ്റെ ആഡ് റവന്യൂ കാര്യങ്ങളൊക്കെ കൂട്ടണം. അത് അടുത്ത 5 വർഷത്തിൽ എക്സാക്ട്ലി എന്ത് വരും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചാനൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടന്റ് ഇടാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 2 വീഡിയോസ് എങ്കിലും മിനിമം വരും. അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് ഈ ഒരു 1 lakh എന്നുള്ള കാര്യം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. 5 വർഷം കഴിയുമ്പോൾ നമുക്ക് 1 crore ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അടുത്ത സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് സ്റ്റോക്സ് വാങ്ങി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു 1 crore എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ്ലി മ്യൂച്വൽ ഫണ്ട് ത്രൂ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതിന് പല കാരണങ്ങളുണ്ടെങ്കിലും 2 ഇമ്പോർട്ടൻറ്റ് കാരണങ്ങൾ. അതിൽ ഒന്ന്, ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിൽ കുറേ റിസർച്ച് ചെയ്യണം, അതിനെപ്പറ്റി കുറേ പഠിക്കണം, അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യണം. ഇത് പോസിബിൾ ആണ്, പക്ഷേ അത് കുറേ സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പോർട്ട്ഫോളിയോ നോക്കാൻ വേണ്ടി കൊടുക്കുന്നതിൽ വേർത്ത് ആയിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന പല സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ പബ്ലിക്കലി സ്റ്റോക്ക് പോർട്ട്ഫോളിയോ കാണിച്ച് കഴിഞ്ഞാൽ അത് എമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല സെബി റൂൾസ് പ്രകാരം നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഇങ്ങനെ നമുക്ക് പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്. നേരെ മറിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ നമ്മൾ
ഇൻഡെക്സ് ഫണ്ട്സ് ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡെക്സുകൾ എന്താണെന്നുള്ള ആരും കൃത്യമായി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. ബേസിക്കലി നിങ്ങൾ ഈ നിഫ്റ്റി ഇൻഡൈസസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലെ കുറേ ഇൻഡൈസസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിഫ്റ്റി 50 ഒരു ഇൻഡെക്സ് ആണ്, ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനീസിന് ഇൻഡെക്സ്. നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 50 കമ്പനികൾ, നെക്സ്റ്റ് 50 വലിയ കമ്പനികളാണ്, സൈസിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്, അതിൻ്റെ ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലിസ്റ്റ്. നിഫ്റ്റി 100 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടോപ്പ് 100, നിഫ്റ്റി 200 എന്ന് പറഞ്ഞാൽ ടോപ്പ് 200. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡെക്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇൻഡെക്സുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ഇൻഡെക്സിനും നിഫ്റ്റി 50 ആയിക്കോട്ടെ, നിഫ്റ്റി നെക്സ്റ്റ് 50 ആയിക്കോട്ടെ, ഓരോന്നിനും മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിൽ പോയി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇൻഡെക്സ് ഫണ്ടിലൂടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ, ഓരോ മ്യൂച്വൽ ഫണ്ട് എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാകും, അത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പരിപാടിയാണ് നമ്മൾ ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ് അഥവാ പാസീവ് ഇൻവെസ്റ്റിംഗ് കളിക്കുക. ഇനി പാസീവ് ഇൻവെസ്റ്റിംഗ് അല്ലാത്ത ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് ഉണ്ട്. ആക്റ്റീവ് ഇൻവെസ്റ്റിംഗിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അയാൾ തീരുമാനിക്കും അയാളുടെ മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ സ്റ്റോക്സ് ഉണ്ടാവണം, ഏതൊക്കെ സ്റ്റോക്ക് എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അയാളായിരിക്കും എടുക്കുക. ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ് അങ്ങനെയൊന്നുമില്ല. ടോപ്പ് 50 ഇന്ത്യയിലെ കമ്പനീസ് ഏതാണോ അതായിരിക്കും നിഫ്റ്റി 50, അടുത്ത 50 കമ്പനി നെക്സ്റ്റ് 50. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ ഒരു യൂട്യൂബ് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ് ആയിരിക്കും എടുക്കുക. കാരണം വളരെ ലോ കോസ്റ്റ് ആണ്. മാത്രമല്ല ഒരു പ്രത്യേക മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറിനെ സെലക്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് ആക്ച്വലി മ്യൂച്വൽ ഫണ്ട്സ് വർക്ക് ചെയ്യുക, ഏത് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 100K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുക. പക്ഷേ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഏർലി ബേർഡ് ഓഫർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോൻ്റെ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസ് പകുതി ആയിരിക്കും ഉണ്ടാവുക. 999 ആണ് നമ്മുടെ ഫീസ് വെക്കാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് 499 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചേക്കാം. എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുക, ഏത് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് അസറ്റ് അലിഗേഷൻ, എന്താണ് ഇൻഡെക്സ് ഫണ്ട്, ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ്, എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറന്റ് പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് കോർപ്പസ് 1 crore ആണെങ്കിലും അതിൻ്റെ അടുത്ത് പോലും ഇപ്പോൾ എത്തിയിട്ടില്ല. ഇപ്പോൾ 3,68,000 ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ ഇൻകമാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ യൂട്യൂബ്, വേറെ നമുക്ക് പല ചാനൽസും ഉണ്ട്, അതൊന്നുമുള്ള ഇൻകം ഇവിടെ ഇല്ല. എല്ലാം ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടാക്കിയ ഇൻകമാണ്. മെയിൻലി ആഡ് റവന്യൂ ആണ്. സ്പോൺസർഷിപ്പ് 1-2 ചെറിയ വന്നിട്ടുള്ളൂ, വേറെ കാര്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്ത് എത്രയും പൈസയാണ്. ഇപ്പോൾ അതിൻ്റെ വാല്യൂ കുറച്ച് കുറവാണ്. 2000 രൂപ ആക്ച്വലി ലോസിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലായിരുന്നു. അപ്പോൾ ആ ലോസ് വളരെ നാച്ചുറലായ ലോസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ ഉപയോഗിച്ചിട്ട് 1 ഇയറിലോ 2 ഇയറിലോ റിട്ടേൺ ഉണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ലോങ് ടേമിൽ 5 ഇയേഴ്സ് മിനിമം ആ ഒരു ടൈം ഫ്രെയിമിലാണ് നമ്മൾ റിട്ടേൺസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ടെമ്പററി ലോസസ് ഇനിയും വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് അടുത്ത 3 മാസത്തിൽ വരുമോ 1 മാസത്തിൽ വരുമോ എന്ന് എനിക്കറിയില്ല, അത് ആർക്കും അറിയില്ല എന്നാണ് സത്യം, ആര് പറഞ്ഞാലും. പക്ഷേ കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു നെഗറ്റീവ് റിട്ടേൺസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 5 ഇയേഴ്സിലാണ്. 5 ഇയേഴ്സിൽ നമ്മൾ ഏത് 5 ഇയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി അങ്ങോട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ നോക്കിയാൽ 2 മ്യൂച്വൽ ഫണ്ട്സിൽ കാണാം. അപ്പോൾ 2 മ്യൂച്വൽ ഫണ്ട്സും 2 ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ഇൻഡെക്സ് അല്ല അത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ UTI നിഫ്റ്റി 200, ഓക്കെ അതുവരെ ഓക്കെയാണ്. നിഫ്റ്റി 200 അതൊരു സാധാരണ ഇൻഡെക്സ് ആണ്. പക്ഷേ ഈ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 200 ക്വാളിറ്റി 30 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇൻഡെക്സ് ഫണ്ടാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതൊരു സ്ട്രാറ്റജി ഇൻഡെക്സ് ആണ്. അപ്പോൾ സ്ട്രാറ്റജി ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ വീണ്ടും ആ വെബ്സൈറ്റിൽ പോകാം, നിഫ്റ്റിയുടെ. അപ്പോൾ അതിൽ നിങ്ങൾ ബ്രോഡ് ബേസ് ഇൻഡെക്സ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്, ജസ്റ്റ് ടോപ്പ് 50 ടോപ്പ് 100 എന്നൊക്കെ. സ്ട്രാറ്റജി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ ഈ ഇൻഡെക്സിനൊന്ന് മോഡിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ട ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നിഫ്റ്റി 200 ക്വാളിറ്റി 30. ബേസിക്കലി സംഭവത്രേ ഉള്ളൂ. നിഫ്റ്റി 200 നിന്ന് 30 ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോക്സിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ വേണ്ടി കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്, എങ്ങനെയാണ് സ്റ്റോക്സിൻ്റെ ക്വാളിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 30 കമ്പനീസിന് ഉണ്ടാക്കിയ ഒരു ഇൻഡെക്സ് ആണത്, സ്ട്രാറ്റജി ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സ്ട്രാറ്റജി ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് നാളെ കറക്ഷൻ വന്നാലോ അല്ലെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ഒക്കെ വന്നാലോ പൊതുവേ ക്വാളിറ്റി കമ്പനീസ് അത്രയും താഴേക്ക് പോകില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം പൊതുവേ. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇവിടെ നോക്കാം. ഫാക്ട് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റും. അപ്പം സിൻസ് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ 2005 മുതൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന CAGR റിട്ടേൺസ് 18.25% ആണ്, വിച്ച് ഇസ് വെരി ഗുഡ്, നല്ലൊരു ഹൈ റിട്ടേൺ ആണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇതിൻ്റെ റിസ്ക് കാണിക്കുക, വോളറ്റിലിറ്റി കാണിക്കുക. അപ്പോൾ വോളറ്റിലിറ്റി നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ സാധാരണ ബാക്കിയുള്ള ഇൻഡെക്സ് ഫണ്ട്സിനെക്കാളും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിന് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിനെക്കാളും പൊതുവേ കുറവായിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി കമ്പനീസ് എപ്പോഴും കറക്റ്റ് ഇല്ല എന്നല്ല, താഴേക്ക് പോകില്ല എന്നല്ല, സാധാരണ മാർക്കറ്റ് താഴെ പോകുന്ന അത്രയും പോകാറില്ല എന്നാണ് അതിൻ്റെ റിയാലിറ്റി. ഈ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇൻഡെക്സ് ഫണ്ടാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജർ ഇരുന്നിട്ട് അയാളുടെ ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്യുന്നതല്ല. ഇത് റൂൾസ് ഉണ്ട്, കൃത്യമായിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ROE, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കും, ഏർണിംഗ്സ് ഗ്രോത്ത് വേരിയബിലിറ്റി നോക്കും. അതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ റൂൾ ബേസ്ഡ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഏതൊക്കെയായിരിക്കും സ്റ്റോക്സ് നോക്കാൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഭയങ്കര ഹൈ ക്വാളിറ്റി നല്ല കമ്പനികളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ഫണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. ഇത് കൂടാതെ ഒരു ഇൻഡെക്സ് ഫണ്ടും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ വീണ്ടും നമ്മുടെ പോർട്ട്ഫോളിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ടാറ്റ
നിഫ്റ്റി മിഡ് ക്യാപ് 150. ഇപ്പോൾ മിഡ് ക്യാപ് 150 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100 ആണ് നിഫ്റ്റി 100. അത് കഴിഞ്ഞ് വരുന്ന 150 ടോപ്പ് കമ്പനീസാണ് നിഫ്റ്റി മിഡ് ക്യാപ് 150 എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി ആഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റജിയാണ് മൊമെൻറ്റം 50 എന്ന് പറഞ്ഞത്. അപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് 150യിലെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൈസ് മൂവ്മെൻ്റ് ഉള്ള, പ്രൈസിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കാണിക്കുന്ന 50 സ്റ്റോക്സ് ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇൻഡസ്ട്രിയിൽ പോകാം. സ്ട്രാറ്റജി ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണാം നിഫ്റ്റി മിഡ് ക്യാപ് 150 മൊമെൻറ്റം 50. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫാക്ട് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റും. പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസെപ്ഷൻ മുതൽ 2005 മുതൽ 24% CAGR ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നിഫ്റ്റി 50 പോലത്തെ സാധാരണ നിഫ്റ്റി 100 പോലത്തെ സാധാരണ ഇൻഡെക്സ് നോക്കിയാൽ ഇതിൻ്റെ അടുത്ത് പോലും റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ഇൻഡെക്സുകളാണ് വളരെ സുപ്പീരിയർ ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാക്കിയ ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ് 150 മൊമെൻറ്റം 50 ഇൻഡെക്സ്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൽ 150 കമ്പനീസ് ഉണ്ടാവില്ല, 50 കമ്പനീസ് ആയിരിക്കും ഉണ്ടാവുക. 50 കമ്പനീസിൻ്റെ പ്രത്യേകത മൊമെൻറ്റമാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ 6 മാസത്തിൽ നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയ കമ്പനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ലോജിക്ക് എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ 6 മാസത്തിലേക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും റിട്ടേൺസ് ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ലോജിക്കാണ്. ഫിസിക്സിൽ ന്യൂട്ടൺ പറയുന്ന പോലെ ഒബ്ജക്റ്റ് ഇൻ മോഷൻ സ്റ്റേസ് ഇൻ മോഷൻ എന്ന് പറയുന്ന പോലെ തന്നെ മൊമെൻറ്റം ഓൾറെഡി ഉള്ള സ്റ്റോക്സ് വീണ്ടും മൊമെൻറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കും കുറച്ച് നാളെങ്കിലും. അപ്പോൾ ആ ഒരു ലോജിക്കിൽ ഉണ്ടാക്കിയ ഒരു ഇൻഡെക്സ് ആണത്. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലും ഉണ്ടാവുമെങ്കിൽ വളരെ നല്ലൊരു ഇൻഡെക്സ് ഫണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ 2 ഫണ്ട്സേ ഉള്ളൂ. ഈ പറഞ്ഞ 2 ഫണ്ട്സ് അതിൽ പകുതി ആയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇനി അങ്ങോട്ടും പകുതി ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനാണ് പ്ലാൻ. ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് നിഫ്റ്റി 50 അല്ല നിഫ്റ്റി 100 പോലത്തെ ഇൻഡെക്സ് പിക്ക് ചെയ്യായിരുന്നു, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു എമൗണ്ട് കൊണ്ട് അടുത്ത 5 വർഷത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് കുറച്ചുകൂടി റിട്ടേൺസ് കിട്ടാൻ ചെറിയൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടുമാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഇൻഡെക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. മൊത്തത്തിൽ നമ്മൾ 5 വർഷം കഴിയുമ്പോൾ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു 10% ആണ് ഉണ്ടാക്കിയെങ്കിൽ ഈ പറഞ്ഞ ഇൻഡെക്സിൽ 12% ഉണ്ടാക്കും. അത്രയും ഡിഫറൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഈ 2 ഇൻഡെക്സുകൾ എന്തിനാണ് എടുത്തതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കാരണം റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ക്ലിയർലി ഈ മിഡ് ക്യാപ് മൊമെൻറ്റം ഇൻഡെക്സ് ആണ് നല്ലോണം പെർഫോം ചെയ്തിരിക്കുന്നത്, മറ്റേ അത്രയും പെർഫോം ചെയ്തില്ല. അപ്പോൾ ഈ മൊമെൻറ്റം ഇൻഡെക്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വോളറ്റൈലാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു 10% താഴേക്ക് പോയാൽ ഈ മൊമെൻറ്റം ഇൻഡെക്സ് 20% താഴേക്ക് പോകും. ഭയങ്കര വോളറ്റൈൽ പെർഫോമൻസ് ആയിരിക്കും കാണിക്കാം. എന്നാൽ ക്വാളിറ്റി അത്രയും ഉണ്ടാവില്ല. ക്വാളിറ്റി നാളെ മാർക്കറ്റ് 10% ആയാൽ ക്വാളിറ്റി ഒരു 5% ഒക്കെ താഴെ പോകും. നമ്പേഴ്സൊക്കെ ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുകയാണ്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സെൻസ് കിട്ടുകയും വിചാരിക്കും. നേരെ മറിച്ച് മാർക്കറ്റ് ഭയങ്കര മുകളിലേക്ക് പോകുകയാണെങ്കിൽ മൊമെൻറ്റം വളരെയധികം മുകളിലേക്ക് പോകും, ക്വാളിറ്റി അത്രയും മുകളിലേക്ക് വരും, എന്നാലും മോശമില്ലാത്ത പെർഫോമൻസ് കാണിക്കും. അപ്പം രണ്ടും കൂടി നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ് കിട്ടും. മാത്രമല്ല ലോങ് ടേമിൽ സാധാരണ ഇൻഡെക്സിനാണ് കൂടുതൽ റിട്ടേൺസ് കിട്ടും. ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തീസിസ്. അപ്പോൾ ഇത് പ്രകാരമാണ് നമ്മുടെ ഈ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ആ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 4 ഗോൾസ് ഉണ്ടെന്ന കാര്യം. അതിൽ 2 എക്സ്ട്രാ ഗോൾസും കൂടി ഉണ്ട്. അതിൽ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ നിഫ്റ്റി 50 കൂടെ ബീറ്റ് ചെയ്യണം. അപ്പോൾ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയുള്ള ഒരു ഇൻഡെക്സ് ഫണ്ടാണ്. അപ്പോൾ അതിനെയും കൂടെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എക്സ്ട്രാ ഗോളാണ്. ആ ഗോൾ അച്ചീവ് ചെയ്തതിലും നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ ഒരു രസത്തിന് നമുക്ക് അച്ചീവ് ചെയ്യണം. കാരണം നമ്മൾ ഈ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് പിക്ക് ചെയ്തിട്ട് അവസാനം നമ്മൾ നിഫ്റ്റി 50 ബീറ്റ് ചെയ്തില്ലെങ്കിൽ ആ സ്ട്രാറ്റജിയിലൊന്നും വലിയ കാര്യമില്ല. ഒബ്വിയസ്ലി അതിൽ നഷ്ടങ്ങളൊന്നുമില്ല, പക്ഷേ കാര്യമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നിഫ്റ്റി 50 ബീറ്റ് ചെയ്യണം. രണ്ടാമത്തെ എക്സ്ട്രാ ഗോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം യൂട്യൂബിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതിൽ പല ആൾക്കാരും അവരുടെ പോർട്ട്ഫോളിയോ ഒക്കെ ആക്ച്വലി പബ്ലിക്കലി കാണിക്കാറുണ്ട്, വിച്ച് ഇസ് എ വെരി ഗ്രേറ്റ് തിങ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഒരു ഗോൾ എന്ന് വെച്ചാൽ ആ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ കാണുന്നത്, ഒരു ഫണ്ണായിട്ട് കാണാണ്. അത് ഒരു നിർബന്ധമില്ല നമുക്ക് ബീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. എങ്കിലും ഈ ഒരു ഗോൾ നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ ആസ് ഓഫ് നൗ കേരളത്തിലുള്ള പബ്ലിക്കായിട്ട് പോർട്ട്ഫോളിയോ കാണിക്കുന്ന എല്ലാവരുടെയും പോർട്ട്ഫോളിയോ വെച്ച് നമ്മൾ നമ്മുടെ കമ്പാരിസൺ ചെയ്യുന്നതായിരിക്കും. ഒബ്വിയസ്ലി അടുത്ത 1 ഇയറിലും 2 ഇയറിലും ബീറ്റ് ചെയ്യാന്നല്ല ഗോൾ എന്ന് വെച്ചാൽ 5 ഇയറിലാണ്. മാത്രമല്ല ഈ ഒരു ഗോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കാനും പോകുന്നില്ല, ഒരു തമാശ രൂപത്തിൽ നിങ്ങളും കണ്ടാൽ മതി. പക്ഷേ ഒരു റിക്വസ്റ്റിംഗ് ഉള്ളത് നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ആരാന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അവരുടെയും കൂടെ പോർട്ട്ഫോളിയോ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്, എല്ലാ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയ ഇൻഡെക്സ് ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രാറ്റജി ആയിക്കോട്ടെ ഒന്നും ഡയറക്റ്റ്ലി നിങ്ങൾ എമുലേറ്റ് ചെയ്യാൻ നോക്കരുത്, എല്ലാ ഒരു എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവിന് വേണ്ടി എടുക്കുക. മാത്രമല്ല മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജി ഇൻഡെക്സുകൾ നമ്മൾ പറഞ്ഞ മൊമെൻറ്റം ആയിക്കോട്ടെ ക്വാളിറ്റി ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിസ്ക് കൂടിയ ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെറുതെ റിട്ടേൺസ് കൂടുതൽ ഇട്ടാന്ന് വിചാരിക്കരുത്, ഇതിൻ്റെ റിസ്ക്കും കൂടുതലായിരിക്കും, അതിൻ്റെ പെർഫോമൻസ് മുകളിലും താഴേക്കും ആയിരിക്കും ഉണ്ടാവും, പ്രത്യേകിച്ച് മൊമെൻറ്റം പോലത്തെ ഇൻഡെക്സുകൾ. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയൊക്കെ നിങ്ങൾ ചാടി കയറി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം. കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് പകുതി പൈസ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 1 crore പോർട്ട്ഫോളിയോയിലേക്കുള്ള ആ ഒരു ജേർണിയിൽ നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. മാത്രമല്ല അടുത്ത എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.